ഷെയ്ൻ നന്നായിട്ട് പൊന്നരിവാളംകിളി പാടും. അല്ല എന്റെ ഫേവറേറ്റ് സോങ് ആണ്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പാട്ട് പാടാനുള്ള ജഡ്ജ് ചെയ്യരുതെന്ന് ഞാൻ വേണമെങ്കിൽ മൂളാം. ആ ഭാഗ്യം നമുക്ക് കിട്ടണം. പൊന്നരിവാളം വിളിയിലെ കല്ലെറിയുന്നോളെ താമര പൂങ്കാവനത്തില് അതല്ലല്ലോ പൊന്നരിവാളം. ഇത് രണ്ടിന്റെ രണ്ട് പാട്ടാ. പൊന്നരിവാളം അമ്പിളിയില് കണ്ണ് താമര പൂങ്കാവനത്തില് താമസിക്കുന്നോളാം. ആ പാടിയ വൃത്തികേടൊന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് അങ്കിൾ ഒന്ന് വന്ന് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒന്ന് പാടും. അച്ഛന്റെ പേര് ഉല്ലാസ്, ഹസ്ബൻഡിന്റെ പേര് ബൈജുരാജ്. അപ്പൊ കേക്കാം. കണ്ണെറിയുന്നോളെ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. ശരിക്കും ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എത്ര ഭാഗ്യം. വളരെ സന്തോഷം പാടി കേൾക്കാനായിട്ട് ഒരുപാട് സന്തോഷം. ഈ ഒരു വേദി അതിന് സാക്ഷ്യം വഹിച്ചു. മ്യൂസിക് ഒക്കെ നന്നായിട്ട് പഠിച്ചതാണോ ചെറുപ്പത്തിലെ? ചെറുതിലെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റേജുകളിലൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ചേച്ചി സ്ലോട്ടില്ലാന്ന് പറഞ്ഞിട്ട് അല്ല, ഞാൻ ഇവിടെ ഞാൻ പഠിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞു സ്ലോട്ടൊന്നും ഇല്ല പോ. പക്ഷെ എന്തായാലും അത് നന്നായിട്ടോ അച്ഛൻ്റെ അവിടെ നിന്ന് പഠിച്ചത് കൊണ്ടായിരിക്കണം സാദിക്ക് വളരെ നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. അത് ആ കാശ് വാങ്ങിച്ചിട്ട് പഠിപ്പിക്കുന്ന പോലെയല്ല, ആത്മാർത്ഥമായിട്ട് തന്റെ കുഞ്ഞിന് എല്ലാം പറഞ്ഞു കൊടുക്കും. അല്ല അങ്ങനെയല്ല, ഞാൻ ഈ പിന്നീനെ കുറിച്ചല്ല പറഞ്ഞത്. സാധാരണ എല്ലാവരും പഠിക്കാൻ പോകുന്നത് ജീവിതമാർഗമാണ്. പിന്നിയെ സംബന്ധിച്ചോളം അത് പാഷനാണ്. ജീവിതമാർഗം തേടി വരുന്ന സംഗീതാർത്ഥികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ, നമ്മൾ കാശ് മേടിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശ് നാളെ ഒരിക്കൽ തിരിച്ചു വെച്ചാൽ എനിക്ക് എല്ലാം കൊടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു കൊടുത്ത വിദ്യ തിരിച്ചു തരാൻ പറ്റില്ല.